സ്മിത, നമുക്ക് CCTV ദൃശ്യങ്ങൾ കൂടി ലഭ്യമാവുകയാണ്. സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഈ ബാങ്ക് ജീവനക്കാർ പറയുന്നത് പോലെയുള്ള ദൃശ്യങ്ങളാണ്. മോഷ്ടാവ് അവരെ അകത്തേക്ക് പറഞ്ഞു വിട്ട് ഡോർ ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ബാങ്ക് ജീവനക്കാർ വളരെ അതായത് അവരെ കത്തി കാണിച്ച് പേടിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ദൃശ്യങ്ങളിൽ നമുക്ക് അത്തരത്തിൽ കത്തി കാണാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ അവരെ മുൻപ് പേടിപ്പിച്ചതായിരിക്കാം കത്തി കാട്ടി. അപ്പോൾ അവരെ ഒരു മുറിയിലേക്ക് മാറ്റിയതിന് ശേഷം അവരെ പൂട്ടിയിട്ട് മോഷണം നടത്തി എന്നുള്ളതാണ് അവർ മൊഴി നൽകിയത്. ആ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സൂരജ് സജി ഒരിക്കൽ കൂടി ചേരുകയാണ്. സൂരജ്, ആ മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ജാക്കറ്റും ഹെൽമറ്റും ധരിച്ചുള്ള ആളാണ്. വലിയ ബാങ്കാണ്. അതിൻ്റെ ഒരു സൈഡിലുള്ള മുറിയിലേക്കാണ് ഇവരെ കയറ്റി വിടുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഈ മോഷ്ടാവിൻ്റെ ലക്ഷ്യം ഈ ക്യാഷ് കൗണ്ടർ മാത്രമായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ക്യാഷ് കൗണ്ടർ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അതിൽ ഈ പോലീസിന് ചില സംശയങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ ക്യാഷ് കൗണ്ടർ മാത്രം ലക്ഷ്യമിട്ട് വന്ന പ്രതി കൃത്യമായി ബാങ്കിനെ കുറിച്ച് വിവരമുള്ള ആളാണ് എന്നുള്ളതാണ് പോലീസ് അനുമാനിക്കുന്നത്. കാരണം ഈ കൂടുതൽ സമയം ഈ ബാങ്കിൽ ചിലവഴിച്ചാൽ മറ്റു ജീവനക്കാർ ഈ ഉച്ചഭക്ഷണത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് സാധ്യതയുണ്ട്. സ്വാഭാവികമായും പിടിക്കപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതാണ് ഈ ക്യാഷ് കൗണ്ടറിൽ മാത്രം ഈ കവർച്ച നടത്തിക്കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഈ പ്രതി ശ്രമിച്ചതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായ വിവരമുള്ളയാൾ, അല്ലെങ്കിൽ നേരത്തെ ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായി പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ മോഷ്ടാവിനെ പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാരെ ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അതായത് എന്തെങ്കിലും മൊഴികൾ, അതായത് കഴിഞ്ഞ ദിവസം ഒക്കെയായി ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയം തോന്നുന്ന ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ ജീവനക്കാരെ അടക്കം വിശദമായി ചോദ്യം ചെയ്യുന്നതിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ജീവനക്കാരിൽ നിന്ന് തന്നെ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചേക്കും എന്നുള്ളതാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, ഒരു സ്കൂട്ടറിലാണ് ഇയാൾ ഇവിടെ എത്തുന്നത്. സ്കൂട്ടറിലെത്തി വളരെ കൂളായ ഹെൽമറ്റ് ധരിച്ച് ഒരാൾ കയറി വരുന്നത്. സ്വാഭാവികമായും ഒരു എക്സിക്യൂട്ടീവ് ടൈപ്പ് ഒരാൾ എന്ന തരത്തിലായിരിക്കാം ഈ ബാങ്ക് ജീവനക്കാർ കണ്ടത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇയാൾ ഒരു മോഷ്ടാവാണ് എന്ന് തങ്ങൾ കരുതിയില്ല. പെട്ടെന്ന് ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് തങ്ങൾ പതറിപ്പോയി എന്നുള്ളതാണ് ജീവനക്കാർ നൽകിയിരിക്കുന്ന മൊഴി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് തങ്ങൾ പോയി. എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പോലീസിന് വിവരം ധരിപ്പിക്കണമോ മറ്റു കാര്യങ്ങളോ ഒന്നും തോന്നാത്ത തരത്തിലേക്ക് തങ്ങൾ പതറിപ്പോയി. അതിനുശേഷമാണ് ഈ പ്രതി തങ്ങളോട് ഈ റൂമിൽ കയറാൻ ആവശ്യപ്പെടുന്നതും റൂമിൽ പൂട്ടിയിട്ടതും എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. ഈ റൂമിൽ പൂട്ടിയിട്ട ശേഷം ക്യാഷ് കൗണ്ടർ ലക്ഷ്യമാക്കി നീങ്ങിയ മോഷ്ടാവ് ഈ ക്യാഷ് കൗണ്ടർ തകർക്കുന്നു. അതിനുശേഷം ഈ ക്യാഷ് കൗണ്ടറിൽ നിന്ന് പണം കവരുകയാണ് ചെയ്തത്. പണം കവർന്ന ഈ മോഷ്ടാവ് അവിടെ നിന്ന് ഈ സ്കൂട്ടറിൽ തന്നെ മടങ്ങുകയും ചെയ്തു. അതാണ് പോലീസ് അതായത് കൃത്യമായ ഒരു പ്ലാനിങ് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ഈ ബാങ്കിനെ കുറിച്ച് അറിയുന്ന, ബാങ്കിനെ കുറിച്ച് ധാരണകളുള്ള ഒരാളാണ് ഈ മോഷണം നടത്തിയത് എന്ന അനുമാനത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നത് പോലും അതാണ്. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പുറത്ത് നിന്നടക്കമുള്ള ഇപ്പോൾ നമ്മൾ കാണുന്ന CCTV ദൃശ്യങ്ങൾ ബാങ്കിൻ്റെയാണ്. അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലെ, അതായത് സമീപ ഈ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ കടകളുണ്ട്. സമീപത്ത് മറ്റിടങ്ങളിലെ കൂടി CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ്. അങ്ങനെയെങ്കിൽ ഈ പ്രതി പോയത് ഏത് ദിശയിലാണ് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ പോലീസിന് കണ്ടെത്താൻ സാധിക്കും. എളുപ്പത്തിലേക്ക് പ്രതിയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. പക്ഷേ പട്ടാപ്പകൽ ഇത്തരത്തിൽ ചാലക്കുടി നഗരത്തിൽ തന്നെ ഒരു വലിയ മോഷണം നടന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതും വലിയ ജനത്തിരക്കേറിയ മേഖലയിൽ ജീവനക്കാരെ ബന്ദികളാക്കിക്കൊണ്ട് ഒരു സിനിമ സ്റ്റൈൽ മോഷണം. അത് ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൽ നടന്നിരിക്കുന്നു. അവിടെ കൃത്യമായ ഒരു സുരക്ഷാ വീഴ്ച ഈ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ് ഈ മോഷ്ടാവിന് ഈ മോഷണം നടത്തുന്നതിന് സൗകര്യപ്രദമായി മാറിയതെന്നുള്ളതാണ് പോലീസിന്റെ ഈ സമയത്തെ കണ്ടെത്തൽ. അതായത് ബാങ്കിന് സെക്യൂരിറ്റി ജീവനക്കാരുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പണം സൂക്ഷിച്ചിരുന്ന ക്യാഷ് കൗണ്ടറിന് കൃത്യമായ ലോക്കർ ഉണ്ടായിരുന്നില്ല. ബാങ്കിന്റെ മുൻവശത്തെ ഡോറാണെങ്കിൽ പോലും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന നിലയിലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹം ഈ മേഖലയിലെത്തി. അവർ ഇപ്പോൾ പരിശോധനകൾ നടത്തുകയാണ്.
വളരെ സ്വാഭാവികമായിട്ട് ഒരാൾ വന്ന് ആ കാറിന് പുറകിൽ ഒരു സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നു. സാധാരണ കയറുന്നത് പോലെ കയറിപ്പോകുന്നു. പക്ഷേ ഹെൽമെറ്റ് മാറ്റിയിട്ടില്ല. പുറകിൽ ഒരു ബാഗ് കൂടിയുണ്ട്, ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട്. ആ ബാഗ് വലിയൊരു ബാഗാണ്, ബാക്ക് പാക്ക് പോലത്തെ ഒരു ബാഗാണ്. സാധാരണ പോലെ കയറി വരുന്നു. അതിനുശേഷമാണ് കത്തി കാണിച്ച്, ഇപ്പുറത്തെ ദൃശ്യങ്ങളിൽ കാണാം, ആ രണ്ടുപേരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. നമുക്ക് അതത്ര വ്യക്തമല്ല ഈ കത്തി കാണിക്കുന്നത്. ഒരു മുറിയിലേക്ക് അവരെ കയറ്റുന്നു. അതിനുശേഷം അയാളും ആ മുറിയിലേക്ക് കയറുന്നുണ്ട്. പിന്നീട് അത് പൂട്ടുന്നു. അതിനുശേഷമാണ് ഈ ക്യാഷ് കൗണ്ടറിൽ നിന്നുള്ള പണം അപഹരിച്ചത്, കവർച്ച നടത്തിയത്. പട്ടാപ്പകലാണിത് സംഭവം എന്ന് ഓർക്കണം. പോട്ട എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ പകലുള്ള ഒരു സ്ഥലമാണ്. തൃശ്ശൂർ ചാലക്കുടിക്ക് അടുത്താണ് പോട്ട. അവിടെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. വിശ്വസിക്കാൻ പ്രയാസം ഉള്ള ഒരു സംഭവം. ജീവനക്കാരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ്, സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല ബാങ്കിലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത്രയുമാണ് നടന്നത്. സിനിമാ സ്റ്റൈലിൽ ഉള്ള ഒരു മോഷണം എന്ന് തന്നെ പറയേണ്ടി വരും.